time to come together to worship Him. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയ്ക്കും ദൈവം അതിന് ആക്കി വെച്ചിരിക്കുന്ന ആത്മീക നേതൃത്വങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I'm praising God for this church and the leadership God has placed in this church. ശ്രേഷ്ഠ ദൈവവൃത്തിനെയും കാണാനിടയായല്ലോ, ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. And it's praising God for seeing a great servant of God among us too. നിങ്ങളുടെ നടുവിൽ വരുവാൻ നിങ്ങൾ എന്നെ വിളിച്ചതോർത്തും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. And I'm praising God for the church for inviting me to join you today. വാസ്തവമായിട്ടും യേശുവിനെ ആരാധിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ എത്ര വലിയ ഭാഗ്യമാണ്. And if you think about it, how great a privilege is for us to worship Jesus. ഓക്കേ, ഒരു കാര്യം, എത്ര സമയമുണ്ട്? യേശുവിനെ ഹൃദയത്തിന്റെ അകത്തു നിന്ന് വാസ്തവമായും സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഭാഗ്യം ജീവിതത്തിൽ വേറെയില്ല. There's no more blessing more than what worshiping Jesus from the bottom of our heart. ഞാൻ തിരുവല്ലയിലായിരുന്നു, അവിടെ നിന്ന് ഇപ്പോൾ ബോംബെയിലേക്ക് മാറി ഞാൻ അവിടെ കാൻഡിവിലി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച് അവിടുത്തെ സ്ലമ്മുകളിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. And I'm originally from Kerala, but right now I'm working in Mumbai among the people in the slums of Mumbai. ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെട്ടത്. I got saved when I was 17. 1998 മാർച്ച് 22 വരെ ഞാൻ സിവിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തു. മാർച്ചിൽ ഞാൻ ജോലി റിസൈൻ ചെയ്ത് മിനിസ്ട്രി ആരംഭിച്ചു. Until 1998 I was working as a civil engineer and later I resigned my job. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ദൈവം എന്നെ പരിപാലിക്കുന്നു. And under his faithfulness God has guided me until today. ദൈവം അത്ഭുതകരമായിട്ട് നടത്തുന്നു. And God has leading me in a miraculous way. ദൈവത്തിന്റെ മഹാകരുണയാലും ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തിയാലും ഏകദേശം 432 ചർച്ചുകൾ ഇന്ത്യക്കകത്ത് പ്ലാന്റ് ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. And by his mercy God has enabled me to plant about 430 churches in India. ഒരു പരസ്യവുമില്ല അതിനുവേണ്ടി പ്രത്യേകിച്ച് പിരിവുകളുമില്ല. I don't have any funding or any advertisement about it. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവമാണ് ചെയ്യുന്നത്, ദൈവമാണ് ചെയ്യേണ്ടത്. And it is God who is doing it and God should be the only one who doing it. ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്ന ഇടത്തും ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ കാണാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തരുന്നു. And God has blessed us to see his work in this current place we are dwelling. വളരെ വാസ്തവമായിട്ടും ദൈവത്തിന്റെ കരം അതിമഹത്വത്തോടെ അവിടെ ചലിക്കുന്നു. And we can see God's hand working mightily in the place. തിരുവല്ലയിൽ എനിക്ക് ചർച്ച ഉണ്ടായിരുന്നു. ഞാൻ ആ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല പ്രാവശ്യം പലരിലൂടെയും എന്നോട് വ്യക്തിപരമായും ദൈവം പറഞ്ഞു, ഇവിടുത്തെ സമയം കഴിഞ്ഞു. And I was leading a church in Tiruvalla, but through many and God himself has spoke to me to leave that place to pursue the next step God prepared. എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം തിരുവല്ലയിൽ നിന്ന് സഭ വിടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാ. നമ്മൾ തുടങ്ങിയ സഭയാ. Yeah, it was difficult because the church that I founded, it's very hard to leave that church and go to an unknown. എൻ്റെ ഉള്ളിലെ ചിന്ത എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കാനഡയ്ക്കോ മറ്റേതെങ്കിലും രാജ്യത്ത് പോയി സെറ്റിൽ ആകാമെന്നോർത്ത് ഞാൻ അതിനു വേണ്ടിയുള്ള പ്രോസസ്സിംഗിലായിരുന്നു. I was in the process to settle somewhere in Canada or in the western countries. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു പ്രാവശ്യം ബോംബെയിൽ എൻ്റെ ഒരു കസിന്റെ വീട്ടിൽ ഞാൻ വന്നു. And I visited my cousin in Mumbai. അവിടെ ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് വന്നത്. ആ ആവശ്യം അന്ന് നടന്നില്ല. അതിന് ഒരാഴ്ചത്തെ കൂടെ സമയം ആവശ്യമുണ്ട്. And what I came for was delayed for another week. ഞാൻ അവിടെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനായിട്ടും തുടങ്ങി. I began to fast and pray on that place. ഞാനത് മുഴുവനായി പറഞ്ഞാൽ ഒത്തിരി സമയം പോകും. ഞാൻ അവിടെ വെച്ച് ഒരു ദൈവദാസനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹം എന്നെ ഒരു മീറ്റിംഗിന് കൊണ്ടുപോകുന്നു. And a servant of God I met, he invited me for a particular meeting. ആ മീറ്റിംഗിൽ ഒരു വിദേശിയായ മനുഷ്യൻ വന്ന് പ്രസംഗിക്കുകയാണ്. And a foreigner was there preaching in that meeting. ഞാൻ ആ മീറ്റിംഗിന് പോകുമ്പോൾ ദൈവത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഞാൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടതെന്ന് എന്നെ ഒന്നും അറിയാത്ത ഈ മനുഷ്യനിലൂടെ നീ സംസാരിച്ചാൽ ഞാനത് അതുപോലെ അനുസരിച്ചോളാമെന്ന് പറഞ്ഞു. And I prayed, God, if you can speak to this man who don't know me about where should I go next, I will do it. ഇദ്ദേഹം രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ക്ലാസ്മേറ്റും സോണിയാഗാന്ധിയുടെ അടുത്ത നെയ്ബറുമാണ്. And he was a neighbor of Sonia Gandhi, who is one of the powerful women in India, and a classmate with the leader, former Prime Minister of India. ഇദ്ദേഹം ഇറ്റലിയിൽ നിന്ന് വന്നിരിക്കുന്ന മനുഷ്യനാണ്. He is from Italy. ഞാൻ അദ്ദേഹത്തെയുമാണോ ദൈവത്തെയാണോ പരീക്ഷ എന്നറിയത്തില്ല. ഞാനൊരു ടീഷർട്ടും ഒക്കെ ഇട്ട് ഞാൻ ഇതുപോലെ വലിയ ക്രൗഡിന്റെ ബായിക്ക് പോയിരിപ്പുണ്ട്. And I was wearing a t-shirt, kind of, I don't know, I'm testing him or God. I'm sitting in back of this congregation. എൻ്റെ ഉള്ളിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ എങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന് ദൈവം പറയണം.
I have only one prayer that God needs to tell me where should I go next. അദ്ദേഹം മെസ്സേജ് കഴിഞ്ഞതിന് ശേഷം എന്നെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു മുന്നോട്ട് വരാൻ പറഞ്ഞു. And after the preaching, he pointed at me and asked me to come forward. എന്നിട്ട് എന്നോട് പറഞ്ഞു 17ാമത്തെ വയസ്സിൽ ഞാൻ നിന്നെ വിളിച്ചു. And he said at the age of 17, I have called and separated you. ആ ഈ ക്രൗഡിൽ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ 17ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. And I'm the only one who in that crowd knows that I got saved at 17. എന്നിലൂടെ ദൈവം ചെയ്യുന്ന മിനിസ്ട്രിയെ പറ്റി അദ്ദേഹം പറഞ്ഞു. And he began to speak about the ministry God has entrusted to me. എനിക്ക് തന്നിട്ടുള്ള അഭിഷേകത്തെ പറ്റി അദ്ദേഹം പറഞ്ഞു. And he began to speak about the anointing God placed on me. എന്നോട് പറഞ്ഞു എന്നാൽ ഇനിയും നിന്റെ അതിരുകളെ ഞാൻ വിശാലമാക്കാനായിട്ട് പോകുന്നു. And he said, I'm going to expand your territories. അതിനുവേണ്ടി നീ ആയിരിക്കുന്ന ഇടം വിടണം. And he says, for that you have to leave the place where you are. നേരം എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഇതിപ്പം പല പ്രാവശ്യം പലരും പറഞ്ഞിട്ടുണ്ട് ആയിരിക്കുന്ന ഇടം വിടണമെന്നുള്ളത്. And I was thinking many have spoke to me the same thing, to leave the place. ഒരു 10 സെക്കൻഡ് അദ്ദേഹം മൗനമായി നിന്നിട്ട് പറഞ്ഞു ഇപ്പോൾ നീ എവിടുന്നാണോ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നത് അവിടെ നീ സെറ്റിൽ ആവണമെന്ന് പറഞ്ഞു. And he said, wherever you came right in Mumbai, that's a place I want you to settle down. ഞാൻ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത് സ്ലമ്മിൽ നിന്ന്. And I came from a slum in Mumbai to attend this meeting. ഞാൻ ദൈവത്തോട് മുറിയിൽ വെച്ച് പറഞ്ഞതാ ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാമെന്ന്. And I prayed to God that I will obey whatever this man of God will say. സ്ലമ്മിൽ പോയി സെറ്റിൽ ആകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. And it is extremely difficult to settle down in a slum. എന്തായാലും ശരി ദൈവം എന്നെ അവിടെ കൊണ്ടുവന്ന് ആക്കി ദൈവത്തിന്റെ കരുണയാൽ. By his mercy, God led me to live in that place. 50 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു സ്ഥലം. A small place with 50 square foot room. അതിൻ്റെ അകത്ത് ആത്മാക്കളില്ല, പക്ഷെങ്കിൽ ധാരാളം എലിയുണ്ട്, പാറ്റയുണ്ട്, പല്ലിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. I have all kinds of pests, rats and mice and everything in there, but any soul. ടാർപോളിൻ, സൈഡ് മുഴുവൻ ടിൻ ഷീറ്റ്, സൂര്യൻ ഉദിച്ചാൽ അതിനകത്ത് ഇരിക്കുന്നതും അതിനേക്കാൾ നല്ലത് പ്രഷർ കുക്കറിനകത്ത് ഇരിക്കുന്നതാണ്. And it extremely gets hot inside during the sunny days. ഞാൻ അന്നേരമൊക്കെ ദൈവത്തോട് ചോദിച്ചു ഈ തിരുവല്ലയിൽ നിന്ന് എന്നെ ഇവിടെ കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? I started asking God, why did you bring me from Tiruvalla all the way to in this condition? ആരെങ്കിലും എന്നെ ഇവിടെ വന്ന് കണ്ടാൽ അവർ പറയും ഇവൻ എന്തോ മഹാപാപം ചെയ്തതിന് ദൈവം ഇവനെ ശിക്ഷിച്ചതാണ്. And if anyone comes and see me, they will say that I have sinned something great sin, that's why God brought me here. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗതികേട് ഇവൻ ഉണ്ടാകേണ്ട കാര്യമില്ലെന്ന് ആൾക്കാർ പറയും. And they will say unless it's something sin, there's no way this man will be in this condition. ഒരു ദിവസം വളരെ വ്യക്തമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു. യേശുവും ഈ കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നുപോയപ്പം എല്ലാവരും പറഞ്ഞു ദൈവം അവനെ തള്ളിയതാണെന്ന്. എന്നാൽ അവൻ അനേകരുടെ രക്ഷയ്ക്കായിട്ടാണ് ഇതിലൂടെ കടന്നുപോയതെന്ന് എഴുതിയിരിക്കുന്ന വചനം എന്നെ ധൈര്യപ്പെടുത്തി. And God pointed me to Isaiah chapter 53 where Jesus Christ went through suffering for the salvation of many, and in turn God has brought me in this place for the salvation of many. അതിനുശേഷം ഞാൻ ദൈവത്തോട് പരാതിയോ ഒരു കംപ്ലൈന്റോ പറഞ്ഞിട്ടില്ല. കൃപയാൽ ഈ വചനം ഇടപെട്ടതിന് ശേഷം അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു 300 സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്നൊരു ഒരു 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 വീട് ദൈവം ഞങ്ങൾക്ക് തന്നു വാടകയ്ക്ക്. And since then I had never complained to God about my condition, but God has brought me up to even further expansion. അവിടെ താമസിച്ച് ഞങ്ങൾ വചനം പ്രസംഗിക്കുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി കാണുന്നവരോടൊക്കെ വചനം പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. ദൈവത്തിന്റെ കരുണയാൽ ഇപ്പോൾ ഒരു 327 പേരെ പെർമനന്റ് ആയിട്ട് സഭയിലേക്ക് ദൈവം ആക്കി തന്നിരിക്കുന്നു. And every morning we go out and preach to whoever come across us. By God's mercy we almost have 327 permanent attendees in our church. എല്ലാവരും പറയും ഹിന്ദിക്കാരുടെ ഇടയിലുള്ള വർക്കാണ്, അതുകൊണ്ട് ആൾ ഇങ്ങനെ അങ്ങ് വന്നു കയറിക്കോളൂ എന്ന് പറയും. And many say because you work among the Hindi or North Indians, people just flow in. പക്ഷെങ്കിൽ നമ്മുടെ സഭയിൽ അങ്ങനല്ല. ഞാൻ കേരളത്തിൽ നിന്ന് വന്ന പെന്തക്കോസ്ത് പാസ്റ്റർ ആയതുകൊണ്ട് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആണ് വചനത്തിൽ. അതനുസരിച്ച് നിൽക്കാൻ ദൈവകൃപയാൽ ഇത്രയും ആത്മാക്കളെ ദൈവം തന്നു. And I'm not deviating from the truth as a Pentecostal pastor, and these members of our church stand in the truth that I've been teaching and preaching.
ഒരുപാട് ദൈവപ്രവൃത്തിയെ കർത്താവ് അവിടെ ചെയ്യുന്നു. And God has done many of his works. വ്യത്യസ്തമാകുന്ന 5 ഇടങ്ങളിൽ, എല്ലാ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, അങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ മീറ്റിംഗ് നടത്താനായിട്ട് ദൈവം അവസരങ്ങളെ തന്നു. And God is opening ways for us to do meetings in different places. രണ്ടിടത്തെ മീറ്റിംഗ് അവര് നിർത്തിച്ചു. അങ്ങനെ പ്രശ്നങ്ങളുമുണ്ട്. And there are problems that there was block against 2 of the meetings. മറ്റു പല സ്ഥലങ്ങളിലും മീറ്റിംഗ് തുടങ്ങാൻ കർത്താവ് ഇടയാക്കി. But God has opened ways to start meetings in other places. ഇവിടെ എല്ലാം ഞാൻ ദൈവത്തിന്റെ കരവും ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ അത്ഭുതവും കാണുന്നു. And I'm seeing the miracle and the wonders of God in these places. നമ്മുടെ ദൈവം വിശ്വസ്തനും നമ്മുടെ ദൈവം സർവശക്തനുമാണ്. Our God is mighty and he is faithful. ഇതുപോലെ ഒരു ദൈവം വേറെയില്ല. And there is no God like him. ഇതുപോലെ വിടുവിക്കുന്ന വേറൊരു ദൈവമില്ല. There is no God like him who saves. ഇതുപോലെ പ്രാർത്ഥന കേൾക്കുന്ന വേറൊരു ദൈവമില്ല. There is no God who listens to your prayers. ഇതുപോലെ അത്ഭുതം ചെയ്യുന്ന വേറൊരു ദൈവമില്ല. There is no God like him who does mighty works. ഞാൻ 27 വർഷമായി പ്രസംഗം തുടങ്ങിയിട്ട്. I've been preaching for past 27 years. ഞാൻ അലച്ചു കൂവി പ്രസംഗിക്കുന്ന ആൾ അല്ല. I won't speak with loud voice or shouting. അതുകൊണ്ട് എന്റെ മീറ്റിംഗിൽ ഇരുന്ന് ഉറങ്ങാമെന്ന് ചിന്തിച്ചാൽ ഒട്ടും നടക്കത്തുമില്ല. And don't think that you can sleep while I'm preaching. ഹല്ലേലൂയ. Amen. ഞാൻ വളരെ ശാന്തമായിട്ടേ പ്രസംഗിക്കൂ. I preach very quietly. കാരണം ഞാൻ പ്രസംഗിക്കുന്ന വചനം ശക്തിയുള്ളതാണെന്ന് എനിക്കറിയാം. I know the word that I'm preaching is powerful. അത് പാറയെ തകർക്കുന്നതാണെന്നറിയാം, അത് മരിച്ചവനെ ഉയർപ്പിക്കുന്നതാണെന്നറിയാം, അത് കുരുടനെ സൗഖ്യമാക്കുന്നതാണെന്നറിയാം. ഇത് അത്ഭുതത്തിന്റെ വചനമാണെന്ന് I എനിക്കറിയാം. know it is the word of God has power to heal, to resurrect people from death. ഹല്ലേലൂയ. ഈ ദൈവം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. And this God is among us today. ഈ സഭയുടെ മേൽ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ഇടപെടട്ടെ. And may the hand of God work among us today. ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ഇടപെടട്ടെ. May his hand work in our lives. എവിടെയൊക്കെയാണോ ദൈവപ്രവൃത്തി ഉണ്ടാകേണ്ടത്, wherever we need God's miracle, എവിടെയൊക്കെയാണോ ദൈവത്തിന്റെ അത്ഭുതം ഉണ്ടാകേണ്ടത്, wherever you need the wonders of God, അവിടെ എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകാനായിട്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. and may the Holy Spirit lead us for that wonder today. ഹല്ലേലൂയ. Amen. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും പൗലോസ് പറയുന്ന ഒരൊറ്റ വാക്ക് മാത്രം നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. Philippians chapter 3, 8 and 9. ഇവിടെ പൗലോസ് പറയുന്ന ഈ വാക്കുകളിൽ, ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് ഒറ്റ വാക്ക് മാത്രം നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. പൗലോസ് ഇവിടെ പറയുന്നു, എനിക്ക് യേശുവിനെ നേടണം. I want to gain, try to gain Christ in my life. Amen. This verse 8 and 9 summarize into Paul's word that he just want to gain Jesus Christ. Hallelujah. യേശുവിനെ നേടണം. I want to gain Jesus Christ. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക ഇന്ന് പകൽ ഈ മെസ്സേജ്. യേശുവിനെ എനിക്ക് നേടണം. I want to gain Jesus. എഫേസ് ലേഖനത്തിൽ മുഴുവനും പൗലോസ് പറയുന്നു, എനിക്ക് യേശുവിനെ അറിയണം. In book of Ephesians he says, I want to know Jesus Christ. എനിക്ക് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. I want to know the power of his resurrection. അവനിൽ പിതാവായ ദൈവം നിർണയിച്ചിരിക്കുന്ന അനാദി നിർണയത്തിന്റെ രഹസ്യം I എനിക്കറിയണം. want to know the mystery that is hidden in Jesus Christ. എനിക്ക് യേശുവിന്റെ മഹത്വം അറിയണം. I want to know his glory. എനിക്ക് യേശുവിനെ അടുത്തറിയണം. I want to know Jesus closely. ഇതെല്ലാമാണ് എഫേസ് ലേഖനത്തിലെ തന്റെ വാക്കുകൾ. And that's his words in the book of Ephesians. പക്ഷേ ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ താൻ പറയുന്നു, in book of Philippians he says, ഞാൻ അവനെ പറ്റി അറിഞ്ഞു. I know him. ആ അറിവിന്റെ ശ്രേഷ്ഠത നിമിത്തം, and because of the greatness of knowledge, ഞാൻ എല്ലാം ചവറെണ്ണുന്നു. I'm counting everything else garbage. ഇപ്പോൾ എനിക്ക് അറിയുകയല്ല വേണ്ടത്, it's not knowing him. എനിക്ക് യേശുവിനെ നേടണം. I want to gain him. ഹല്ലേലൂയ. Amen. എനിക്ക് യേശുവിനെ നേടണം. I want to gain Jesus Christ. സഹോദരങ്ങളെ, ഇന്നത്തെ മുഴു ഓട്ടവും ഇന്നത്തെ സകല ആത്മീകതയും പോകുന്നത് ലോകത്തെ നേടാനാണ്. And we see in this generation everyone is running to gain the world. എനിക്ക് ലോകത്തെ നേടണം. I want to gain the world. ലോകത്തിന്റെ മഹത്വത്തെ നേടണം. I want to gain the glory of the world. ഇവിടെ ചവറെന്ന് വേദപുസ്തകം പറയുന്നതിനെ മുഴുവനും എനിക്ക് നേടണം. And whatever word of God says garbage is what the world is ആ running to മുഴു gain. മഹത്വവും എനിക്ക് വേണം. I want that glory. അതെല്ലാം വാങ്ങി എനിക്ക് എന്നിലും എന്റെ വീട്ടിലും എനിക്ക് വെക്കണം. I want to gather all that and put for me and my family. അതിനുവേണ്ടി ഇന്നത്തെ തലമുറ, ആത്മീക തലമുറ ഓടുമ്പോൾ ഭക്തൻ പറയുകയാണ്, അതെല്ലാം ഞാൻ ചവറെന്നെണ്ണിയിട്ട്
ഞാൻ മൂല്യമായി കണ്ട യേശുവിനെ എനിക്ക് സ്വന്തമായി നേടണം. When most current generation, Christian generation, running after the garbage, the word of God says, I run to gain Jesus Christ. ഹല്ലേലൂയ. Amen. ഇന്ന് ലോകത്തിലെ ജനം യേശുവിങ്കലേക്ക് വരുന്നത് ലോകത്തെ കൈവശമാക്കാനാണ്, സ്വർഗത്തെ കൈവശമാക്കാനല്ല. And many come to Christ to gain the world. ഹല്ലേലൂയ. അപ്പൊ സാധാരണഗതിയിൽ പണ്ടൊക്കെ ഞാൻ പറയുമായിരുന്നു, നമ്മുടെ ഇടയിൽ മലയാളികളുടെ ഇടയിലുള്ള പല ദുരുപദേശങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഉപദേശമാണ് സ്നാനപ്പെട്ടാൽ വിസ കിട്ടും, സ്നാനപ്പെട്ടാൽ പാസ്പോർട്ട് കിട്ടും, സ്നാനപ്പെട്ടാൽ നിന്നെ മഞ്ഞ് പെയ്യുന്ന ദേശത്തേക്ക് അയക്കും. എന്തോ ഒരു വ്യാജമായി ഇതൊക്കെ. And among our Malayali Christians, there have been a false doctrine that if you get baptized, you get a better life, getting a visa to go abroad and have a good life. ഹല്ലേലൂയ. എന്തിനാ വേദപുസ്തകം പറയുന്നത്? What does the word of God say? വേദപുസ്തകം പറയുന്നത് സ്നാനപ്പെട്ടാൽ നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റും. And it says if you get baptized you can go to heaven. സ്നാനപ്പെട്ടാൽ നിനക്ക് സ്വർഗ്ഗരാജ്യം നിന്റെ സ്വന്തമാകും. And if you get baptized the kingdom of God is yours. ഇന്നത്തെ തലമുറ അതങ്ങ് വിട്ടു. And the current generation have left ഇന്നത്തെ that. തലമുറ പറയുന്നു യേശുവിനെ നേടിയാൽ നിനക്ക് വലിയ വണ്ടി കിട്ടും. And today say if you gain Jesus you get blessing on this earth. യേശുവിങ്കിലേക്ക് വന്നാൽ നിനക്ക് വലിയ വീട് കിട്ടും. And if you come to Christ you get a bigger home. യേശുവിങ്കിലേക്ക് വന്നാൽ നീ ഒരു വലിയ കമ്പനിയുടെ വൈസ് പ്രസിഡന്റോ അതിന്റെ അപ്പുറത്തെ സിഇഒയോ അതിനപ്പുറത്തോ വല്ലതും ആകും നീ. And if you come to Christ you will have a wonderful career path. പക്ഷെങ്കിൽ വേദപുസ്തകം പറയുന്നു, but the word of God says യേശുവിങ്കിലേക്ക് നീ വന്നാൽ, if you come to Christ, യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്താൽ, if you give your heart to Jesus, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ, if you accept him as your savior, ആദ്യം നിനക്ക് സ്വന്തമാകുന്നത് സ്വർഗ്ഗം നിന്റെ അവകാശമാകും. what first become yours is the kingdom of God. അവിടെയാണ് യേശു പറയുന്നത്, and that's what Jesus നീ says. അതിന് വില കൽപ്പിച്ചാൽ, and if you give that, ബാക്കിയുള്ളതെല്ലാം നിന്റെ ജീവിതത്തിന്റെ അകത്ത് തനിയെ വരും. everything else will follow you. ഹല്ലേലൂയ. Amen. എല്ലാം നിന്റെ ജീവിതത്തിന്റെ അകത്ത് തനിയെ വരും. everything will come into your life. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, and that's what psalmist says in 23, ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ ഇരിക്കാൻ തീരുമാനിക്കുകയാണ്. I am deciding to dwell in his place. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടർന്നോളും. the goodness and mercy of God will run after me. ഹല്ലേലൂയ. ഇവിടെ നാം നന്മയും കരുണയും പിന്തുടരാൻ നാം ആഗ്രഹിക്കുകയും ആലയത്തിന്റെ അകത്തിരിക്കാൻ നമുക്ക് സമയമില്ലാതെ വരികയാണ്. and we getting no time to sit in the temple because running after goodness and mercy. Praise the Lord. Amen. പക്ഷെങ്കിൽ ഭക്തന്മാർ പറയുന്നത് എനിക്ക് ദൈവസന്നിധിയിൽ ഇരിക്കണം. but the servants of God says I want to sit in his temple. എനിക്ക് ദൈവത്തിന്റെ ആലയത്തിന്റെ അകത്തിരിക്കണം. I want to dwell in his temple. ഞാൻ അവിടെ ഇരുന്നാൽ ബാക്കിയുള്ളതെല്ലാം എന്റെ പുറകെ വരും. if I dwell in his presence everything will run after me. ഹല്ലേലൂയ. Amen. യേശുവിനെ നേടുക, and to gain Jesus Christ. ആമേൻ. അല്ല, ഒന്നും കൂടെ ഞാൻ ചേർത്ത് പറയാം, യേശുവിനെ അറിയുക. to know Jesus Christ. ഇന്നത്തെ ആത്മീകതയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് യേശുവിനെ പറ്റുള്ള അറിവ് കുറവാണ്. and what we know, what the failure in spiritual world is knowledge about Christ is very less. യേശുവിനെ പറ്റുള്ള അറിവ് ആത്മീകരുടെ ഇടയിൽ വളരെ കുറവാണ്. among the spiritual there is a less knowledge about Jesus Christ. നാം യേശുവിനെ പറ്റി പഠിക്കാറില്ല. we don't study about Christ. എന്നാൽ മറ്റു മതസ്ഥർ യേശുവിനെ പറ്റി പഠിക്കുന്നു. but other religions are studying about Christ. അവർ അതിനെപ്പറ്റി റിസർച്ച് നടത്തുന്നു. and they are researching about Jesus. അവർ യേശുവിന്റെ ആഴങ്ങളെ തേടുന്നു. and they are searching mysteries about Jesus. നമ്മൾ യേശുവിനെ പറ്റി പഠിക്കാറില്ല. we don't study Jesus. യേശുവിന്റെ കയ്യിൽ എന്തുണ്ട് എന്നതിനെ പറ്റി പഠിക്കും. we study what's in his hand. ഹല്ലേലൂയ. യേശുവിനെ പറ്റി നമ്മൾ അറിയുന്നില്ല. we are not knowing Christ. യേശുവിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് നമ്മൾ തിരയുന്നു. we are searching what will I get from Christ. ഞാൻ ഇന്ന് പകൽ ഈ ഒരു സഭയ്ക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്, സകല ആത്മീകരെയും ഓർത്തുകൊണ്ട് ഞാൻ ചേർത്തുകൊണ്ട് പറയുന്നു, ഇന്ന് ഇത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. and what that, I'm saying not just this church but overall spiritual world that this is the only thing that is happening. അവൻ യേശുവിന്റെ പിന്നാലെ പോകുന്നത് സ്വർഗ്ഗത്തിൽ പോകാനല്ല. and is not running after Christ just for heaven. അവൻ അങ്ങനെ ആയിരുന്നെങ്കിൽ, if it was just for heaven, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മുഴു പ്രവചനങ്ങളും നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഇങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കില്ല. and if that's what the case, we won't sit like this when all the prophecies have been fulfilled around us. Hallelujah. Amen. അവൻ സഹോദരങ്ങളെ കാഹളം ധ്വനിക്കുക എന്നൊഴികെ ബാക്കിയുള്ളതെല്ലാം നിറവേറി കഴിഞ്ഞിരിക്കുകയാണ് വേദപുസ്തകത്തിൽ. other than the trumpet of God everything else has been fulfilled. ആമേൻ. നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. and we are watching it live. ആമേൻ. ഈ സിസ്റ്റം ഒക്കെ വരുന്നതിന് എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പ് പ്രവാചകന്മാർ എഴുതിയത് മുഴുവനും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിറവേറി കാണുമ്പോഴും നമുക്ക് കുലുക്കമില്ലാത്ത
പോകാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് സ്വർഗമല്ല നമ്മുടെ വലിയ കാര്യം, മെറിലാൻഡ് തന്നെയാണ്. Because we have no movement in our life even when we hear these prophecies fulfilling, because we are not focused on heaven. ഹല്ലേലൂയ. Amen. ആമേൻ. നമുക്ക് ഈ ലോകമാ വലുത്. We look this world as greatest. ലോകത്തിന്റെ ചിന്തയാ വലുത്. We are thinking about this world greater. ലോകത്തിന്റെ സ്നേഹവും മഹത്വമാ വലുത്. We are seeking the glory and the love of this world. പൗലോസ് പറയുന്നു, And the Paul says, ഞാൻ യേശുവിനെ അറിഞ്ഞത് നിമിത്തം, and because I knew Christ, അവന്റെ മഹത്വം അറിഞ്ഞത് and നിമിത്തം, because I knew his glory, ആ മഹത്വത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം, because of the greatness of his ഞാൻ glory, എല്ലാം വിട്ടുകളയുന്നു. and I'm counting everything garbage. ഹല്ലേലൂയ. Hallelujah. ഞാൻ ഇതിനെല്ലാം ചവറെന്നുണ്ണുന്നു. And I'm counting everything garbage. വേദപുസ്തകം ഗാർബേജ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിലെ മഹത്വമായി നമ്മൾ കാണുന്നത്. And what word of God says garbage is what we counting as glory. ഹല്ലേലൂയ. Amen. അവൻ വേദപുസ്തകം ട്രാഷ് എണ്ണി കളഞ്ഞതാണ് നമ്മളെല്ലാം പറക്കി നമ്മുടെ ജീവിതത്തിനകത്ത് വെക്കാൻ And ശ്രമിക്കുന്നത്. whatever the word of God said garbage, we are collecting in our life. Praise the Lord. Amen. ഇന്ന് പകൽ ഇത് ചിന്തിച്ചു നോക്കണം. And have you thought about this? നമ്മുടെ ആത്മീയതയെ നമ്മൾ പരിശോധിച്ചു നോക്കണം. Examine our spiritual status. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള നമ്മുടെ അറിവ് വളരെ ചുരുക്കമാണ് പ്രിയമുള്ളവരെ. And the knowledge about Jesus Christ is lacking in our life. നമ്മുടെ ഇടയിൽ നടക്കുന്ന പ്രസംഗങ്ങളിൽ 90% ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, അവൻ പ്രസംഗിക്കപ്പെടുന്നത് പിശാചിനെ പറ്റിയാണ്. And most time we see the preaching is about the devil. ആഭിചാരം, And about the witchcraft. അവൻ മന്ത്രവാദം, And about the അവൻ അവൻ witchcraft. അവൻ ഇതിനെ പറ്റിയാണ് നമ്മൾ കേൾക്കുന്നത്. And that's what we normally hear. അവൻ ഞാൻ ഈ ദൈവദാസന്റെ തലയിൽ കൈവച്ചിട്ട് നിനക്കൊരു പോരാട്ടം ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. And many like to- യേശു നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം. If I say that there is an evil attack against you, that is pleasing. But if I say Jesus is with you, no one will care much. അയ്യോ അമ്മാമ ഒരു പോരാട്ടം തെക്കൂന്ന് വരുന്നുണ്ട്, അയ്യോ ഭയങ്കര ഭയങ്കര സന്തോഷമാണ്. And if I say that there is an evil attack coming from a particular place, you will be enjoying. അതേസമയം ഭയപ്പെടണ്ട, അവൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു, അതിനകത്ത് വലിയ കാര്യമൊന്നും. And if I say that do not fear, oh, he is holding your hand, no one likes it. നമ്മുടെ ഇടയിലുള്ള എല്ലാ പ്രസംഗങ്ങളും ഇത് തന്നെയല്ലേ? And most of the preaching is like that. ഞാൻ ഇങ്ങനെ പറയും, പോരാട്ടം, ബാധ, ബന്ധനം, പ്രേതം, കാളി, കൂളി, ഈ സംഗതികളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് പ്രസംഗിച്ചേനമായിരുന്നു? And what will we preach if there's no witchcraft or evil attack around us? അവൻ നമ്മൾ എന്ത് പ്രസംഗിക്കും? What will we preach? യേശുവിനെ പറ്റി അവൻ ഒരു ആണ്ടിലെ മുഴു സണ്ടയിലും പ്രസംഗിക്കാൻ നമുക്ക് എത്ര വചനം അറിയാം? And how much word do we know to preach about Jesus the entire year? ഒരു വർഷത്തെ മുഴുവൻ സണ്ടയിലും യേശുവിനെ മാത്രം പ്രസംഗിക്കാനായിട്ട് നമുക്ക് എത്ര മെസ്സേജ് അറിയാം? And how many messages can we preach every Sunday just about Jesus? പക്ഷെങ്കിൽ 365 ദിവസവും പിശാചിനെ പറ്റി പ്രസംഗിക്കാൻ നമുക്കറിയാം. But we know how to preach about the devil in 365 അവന്റെ days. പ്രവൃത്തിയെ പറ്റി പറയാൻ അറിയാം. We can talk about his works. അവനെ മഹത്വീകരിക്കാൻ അറിയാം. We know how to glorify him. സഹോദരങ്ങളെ, വേദപുസ്തകം പറയുന്നു, But the word of God says, അവൻ ഒരു വിലയും കൽപ്പിക്കരുത്. and you should not count him worthy. അവനെ പറ്റി പറയുകേ അരുത്. You shouldn't even speak about him. അവൻ മറിച്ച് നീ യേശുവിനെ പറ്റി പറയണം. But you should speak about Jesus. യേശുവിന്റെ മഹത്വത്തെ പറ്റി And അറിയണം. you should know about his glory. യേശുവിന്റെ ശക്തിയെ പറ്റി You അറിയണം. should know his power. അവന്റെ തേജസ്സിനെ പറ്റി അറിയണം. You should know his glory. അവന്റെ അധികാരത്തെ പറ്റി You should അറിയണം. know his power, authority. ഹല്ലേലൂയ. അവൻ യെശയ്യാ പ്രവാചകൻ പറയുന്നു, Isaiah says, നീ എപ്പോഴും പറയുന്നു പീഡകൻ നിനക്കെതിരെ വരുന്നു, നിനക്കെതിരെ ശത്രു വരുന്നു. you always say persecutor is coming against അവൻ you. ശത്രു നിനക്കെതിരെ വരുന്നു. And the enemy is coming against പക്ഷെങ്കിൽ you. നിന്റെ കൂടെയുള്ള രക്ഷകനെ നീ മറന്നു കളയുന്നു. But you are forgetting the Savior with you. അവൻ നിന്റെ കൂടെയുള്ള നിന്റെ ദൈവത്തെ നീ മറക്കുന്നു. You're forgetting God who is with you. നിന്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെ നീ And മറക്കുകയും you're forgetting God with you. അവൻ നീ ശത്രുവിനെ പറ്റി മാത്രം പറയുകയും ചെയ്യുന്നു. And if you speak about the enemy a lot, ഇത് നമുക്ക് വേണ്ടിയുള്ള ആലോചനയാണ്. and this is the message for us. ഇന്ന് പകലിൽ നമ്മൾ അത് മറന്നിട്ട് യേശുവിനെ മാത്രം ശ്രദ്ധിക്കുക. We should forget the enemy and focus only on Jesus. യേശുവിനെ മാത്രം ശ്രദ്ധിക്കുക. And we should focus on Jesus only. ഹല്ലേലൂയ. Amen. യേശു സ്വർഗ്ഗരാജ്യത്തെ പറ്റി ഉപമ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് When പറഞ്ഞത്. Jesus spoke about kingdom of heaven, അവൻ ഒരു മനുഷ്യൻ ഒരു വയൽ കണ്ടു. and he said certain man saw a field, ആ വയലിന്റെ അകത്ത് ഒരു മുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. and there was a precious stone in there, ഈ വ്യാപാരിക്ക് മനസ്സിലായി ഈ മുത്ത് ഭയങ്കര മഹത്വമുള്ള. and he knew this was a precious stone. അയാൾ വയലിനല്ല വില കൽപ്പിച്ചത്. And he didn't count the field as ഈ worthy. മുത്തിന്റെ മഹത്വം അറിഞ്ഞപ്പോൾ He was looking at the pearl in the field. യേശു പറഞ്ഞു, താനിക്കുള്ളതെല്ലാം താൻ വിറ്റു. He said he sold everything he had, എന്നിട്ട് വന്ന് അവൻ ഈ വയൽ വാങ്ങി. and he brought this particular field. എല്ലാവരും പറഞ്ഞു കാണും, നീ എന്തിനാ ഈ പൊട്ട വയൽ മേടിക്കുന്നത്? And many would have asked him, why you purchased this land? അവൻ നീ എന്തിനാ ഈ വയൽ മേടിക്കുന്നത്? Why do you buy this particular field? ഒരു ഗുണമുള്ള വയലല്ല. There's no good thing from അവൻ this field. അതിനകത്ത് ഒന്നുമില്ല. There's nothing in there ഒന്നും here. നട്ടാൽ കിളുക്കുന്നതല്ല. And you won't get any product out of it. അദ്ദേഹത്തിന് മറുപടി ഒന്നുമില്ല.
And he had no answer. അദ്ദേഹത്തിന് ഒരു കാര്യം ഹൃദയത്തിൽ അറിയാം. And he know one thing in his heart. അവിടെ നട്ടാലൊന്നും കിളിക്കില്ലായിരിക്കും. He know may not nothing grow in this place. അതിന്റെ അകത്തൊരു മുത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. And he know there's a treasure in the particular field. മുത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. And he know there's a hidden treasure in this field. അതുകൊണ്ട് താൻ എന്ത് ചെയ്തു? തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് വന്ന് ഇത് വാങ്ങാൻ തയ്യാറാകുന്നു. And so he decided to sell everything he got to buy this field. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന് പറയാനായിട്ടുള്ളത്, what the Holy Spirit want to speak to you, നീ ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞാൽ, if you know the glory of God, ദൈവത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞാൽ, if you understand his power, ദൈവത്തിന്റെ തേജസ്സിനെ തിരിച്ചറിഞ്ഞാൽ, if you know his greatness, ബാക്കിയുള്ളതെല്ലാം നീ ചവറെണ്ണിയിട്ട് ഇതിന് മഹത്വം കൊടുക്കും. and you will give this importance and give considering everything else garbage, ഇതിന് വില കൽപ്പിക്കും. and you will count this precious, യേശുവിനെ എനിക്ക് നേടണം, and to gain Jesus Christ. അവൻ ഇന്ന് പകൽ അതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം. And let's pray that is our joy and our desire is to gain Jesus Christ. ഏത് വിധേനയും യേശുവിനെ നേടണം. Somehow I want to gain Jesus അവൻ Christ. എന്നാൽ നമ്മളൊക്കെ ചെയ്യുന്നത് ഏത് വിധേനയും യേശുവിനെ ഒഴിവാക്കണം. And we sometimes try to avoid Jesus at any cost. എങ്ങനെ യേശുവിനെ ഒഴിവാക്കി വെക്കാൻ പറ്റും? And we look to say how to avoid Jesus. അല്ലെങ്കിൽ എങ്ങനെ യേശുവിനെ ഒരിടത്ത് ഇരുത്തിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോകാൻ പറ്റും? How can I put Jesus in one seat and do my wishes? അതാണ് ലോകം ചിന്തിക്കുന്നത്. And that's what the world is thinking. അതാണ് ഇന്നത്തെ ആൾക്കാർ ചിന്തിക്കുന്നത്. And many in this generation is thinking. എന്നാൽ എനിക്ക് അതല്ല വേണ്ടിയത്. And that's not what I want. എനിക്ക് യേശുവിനെ നേടി. I want to gain Jesus. അവന്റെ മഹത്വം ഇനിയും അറിയണം. I want to know his glory more and more. അവന്റെ മഹത്വം ഇനിയും എനിക്ക് അറിയണം. I want to know more about him. ഹല്ലേലൂയ. Amen. അവൻ ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, May I ask you this? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു പ്രാവശ്യമെങ്കിലും ക്രിസ്ത്യ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എനിക്ക് യേശുവേ, എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം. And have any of you prayed that Jesus, I want to know your greatness. അവൻ എനിക്ക് അങ്ങയുടെ മഹത്വം അറിയണം. I want to know your glory. ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? Have you ever prayed such a ചിന്തിച്ചു prayer? നോക്കിക്കോ ഇന്നലെ പകലിൽ. And think about your prayer. അതിനേക്കാൾ ഉപരി നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? What do we pray more? സകല വിടുതലുകളെ പറ്റി പ്രാർത്ഥിക്കും. I want to pray for all deliverance. സകല നന്മകളെ പറ്റിയും I pray പ്രാർത്ഥിക്കും. for all blessings. സകല അനുഗ്രഹങ്ങളെ പറ്റി I പ്രാർത്ഥിക്കും. pray for all good things. ഇനി ഒരുവൻ വന്നിട്ട് ചോദിക്കുക, And if one come and ask you, എന്താ നിന്റെ ദൈവത്തിന്റെ പ്രത്യേകത? what is special about your God? എന്താ നിന്റെ ദൈവത്തിന്റെ പ്രത്യേകത എന്താ? What is uniqueness about your God? അവൻ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. You don't have anything special to say. അന്നേരമാണ് അവൻ അവന്റെ കാര്യം പറയും. And he will say about something else. ഞങ്ങളുടെ ഇടയിൽ ഇന്ന നടക്കുന്നു, And he said, this happens in our ഞങ്ങളുടെ ഇടയിൽ midst. അങ്ങനെ സംഭവിക്കുന്നു. We have certain things happening. അന്നേരം നമ്മൾ പറയും, then we say- അവൻ മോർമോൺ പറയുന്നതാ ശരി, അവൻ നമ്മൾ പറയുന്നതല്ല ശരി. And he said, what is Mormons? He said, what the Mormons saying is true and not what we saying. അവൻ തലമുറകൾ പറയും, ഓ സൈറ്റാൻ വർഷിപ്പുകാർ പറയുന്നത് ശരി, നമ്മുടെ ഇടയിൽ അത്രയും നടക്കുന്നില്ല, അവര് പറയുന്നത് ശരി. And they will say the Satan worshippers are saying the truth and it's not happening among us. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? Why do we speak such a way? നിനക്ക് നിന്റെ ദൈവത്തെ അറിയത്തില്ല. Because you do not know your God. നിനക്ക് നിന്റെ ദൈവത്തിന്റെ മഹത്വം അറിയത്തില്ല. You do not know the greatness of your God. നിനക്ക് നിന്റെ ദൈവത്തിന്റെ ശക്തി അറിയത്തില്ല. You do not know the power of your God. നിനക്ക് നിന്റെ ദൈവത്തിന്റെ അധികാരം അറിയത്തില്ല. You do not know the authority of your God. അവൻ നമ്മുടെ തലമുറ അത്ഭുതം കാണുന്നില്ല. Our generation is not seeing the wonders of God. നമ്മുടെ തലമുറ ദൈവപ്രവൃത്തി അറിയുന്നില്ല. Our generation is not seeing his works. വേദപുസ്തകം പറയുന്നു യോശുവയുടെ കാലഘട്ടം വരെ അവർ അത് കണ്ടു. And it says that unto the time of Joshua they saw wonders. ന്യായാധിപന്മാരുടെ കാലഘട്ടം വന്നപ്പോൾ അവർ അത് കാണുന്നില്ല. And during the time of Judges they are not seeing അവർ miracles. സത്യദൈവത്തെ വിട്ടുപോയി. And they departed from the true God. ഹല്ലേലൂയ. Hallelujah. അവൻ തെറ്റെവിടെയാണ് സഹോദരങ്ങളെ? Where is the mistake? ദൈവ മഹത്വം നമ്മളിൽ വെളിപ്പെടാൻ അനുവാദം കൊടുക്കണം, അവസരം ഉണ്ടാക്കണം. We should create a situation for God's glory to be revealed in us. നമ്മുടെ ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിയാൻ നമ്മൾക്ക് ഇന്ന് പകൽ കഴിയണം. And we should have an attitude to know his glory. നിന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ലെന്ന് തന്റേടമായി വേറൊരുവനോട് പറയണമെങ്കിൽ നീ നിന്റെ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടിരിക്കണം. You should know and see his glory and greatness to speak boldly to someone about your God. എന്റെ യേശുവിനെ പോലെ വേറൊരു ദൈവമില്ല. There is no God like my Jesus. എന്റെ യേശുവിനെ പോലെ വേറൊരു ദൈവം ഇല്ല. And there is no other God like my Jesus. അവൻ ഞങ്ങൾ വളരെ 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 ചലഞ്ചസ് ഏറ്റെടുത്താണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. We live taking on challenges every day. എത്രയോ ത്രെട്ടനിങ്സ് ഉണ്ട് ഓരോ ജീവിതത്തിൽ വരുന്നുണ്ട് ജീവിതത്തിൽ. We receive threats day after day. അവിടെയൊക്കെ ഞങ്ങൾ തന്റേടമായി പറയും യേശു അല്ലാതെ വേറൊരു ദൈവം ഇല്ല. And in all challenges we boldly say there's no one like Jesus. ഇതുപോലെ അവൻ കെട്ടിയടച്ചൊരു മുറിയിലല്ല പറയുന്നത്. And I'm not speaking in a closed door. പരസ്യമായി തെരുവിൽ പറയുന്നു. And we are speaking in the street. യേശു അല്ലാതെ ഒരു ദൈവമില്ല. There is no God other than Jesus. ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ നാമം ഇനി ഉച്ചരിക്കരുതെന്ന് അവൻ നിയമമുണ്ടാക്കിയ
രാജകൊട്ടാരത്തിന്റെ അകത്ത് നിന്നിട്ട് പത്രോസ് പറയുന്നു, നിങ്ങൾ ക്രൂശിച്ച അവനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു, ഞാനാണ് ആദ്യത്തെ സാക്ഷി. Even there was a law passed for Peter to stop speaking in the name of Jesus, but he began to speak in the same place boldly. Hallelujah. Amen. അവനെ ദൈവം ഉയർപ്പിച്ചു, ഞാൻ അതിന്റെ സാക്ഷിയാ. And I am a witness that Jesus was raised by God. അതെങ്ങനെ പറയാൻ പറ്റും? How can you speak about അവൻ it? യേശുവിന്റെ മഹത്വം കണ്ടവനാ. Because he saw the glory of God. അവൻ യേശുവിനെ പറ്റി അവൻ സംശയമില്ല. And he has no doubt about Jesus. അവൻ യേശുവിന്റെ പ്രവൃത്തിയെ പറ്റി സംശയമില്ല. He has no doubt about his works. ഇന്ന് പകൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നമ്മുടെ മനോമണ്ഡലങ്ങളിൽ നമ്മുടെ മനസ്സിന്റെ അകത്ത് യേശുവിനെ പറ്റിയുള്ള സകല സംശയങ്ങളും നീങ്ങിപ്പോയിട്ട് അവന്റെ മഹത്വം ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. And today all the doubt about Jesus should be removed and replaced with the greatness and glory of our Jesus. Hallelujah. Amen. ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ സേവിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എന്റെ യേശുവിനെ പോലെ തത്തുല്യനായി വേറെ ആരുമില്ല. And there is no one like Jesus whom I'm preaching and serving. ആമേൻ. അത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നമ്മുടെ ഉള്ളിലേക്ക് കയറണം. And that should be instilled in our hearts. ആമേൻ. എന്നിട്ട് ഭക്തൻ പറയുന്നു, എനിക്ക് ഈ യേശുവിനെ എന്റെ ജീവിതത്തിൽ സ്വന്തമായി ഇനിയും നേടണം. And the word of God says, the man says that I want to gain Jesus even more. Hallelujah. എങ്ങനെയാണ് താൻ യേശുവിന്റെ മഹത്വം അറിഞ്ഞത്? And how did he came to know his glory? വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. In the word of God we see, ആമേൻ, താൻ ന്യായപ്രമാണത്തിൽ കണ്ടിട്ടില്ലാത്തൊരു യേശു. and a Jesus whom Paul hasn't seen in the Old Testament. തോറയിലെങ്ങും താൻ കണ്ടിട്ടില്ലാത്തൊരു യേശു. He did not see this Jesus in the Torah. തന്റെ സന്നിധി സംഘത്തിലെ തർക്കങ്ങളിലൊന്നും താൻ കണ്ടിട്ടില്ലാത്തൊരു He never യേശു. seen during the debates in his Sanhedrin. താൻ ആയിരുന്ന സിനഗോഗിൽ താൻ He കണ്ടിട്ടില്ലാത്തൊരു did not യേശു. see this Jesus in the synagogues. അതേസമയം തന്റെ മേൽ ചുറ്റി മിന്നുന്ന വെളിച്ചമായി തന്റെ മേൽ ഇറങ്ങി വന്നൊരു യേശു. And there was a Jesus who shone as light around him. ഹല്ലേലൂയ. Amen. ഈ യേശുവിന്റെ മഹത്വം എങ്ങനെയാണ് പൗലോസ് അറിഞ്ഞത്? And how did Paul came to know his greatness? പൗലോസ് യേശുവിന്റെ മഹത്വം അറിഞ്ഞത് അവൻ ന്യായപ്രമാണത്തിലൂടെയല്ല. And Paul did not come to know his greatness through the Old Testament. പൗലോസ് യേശുവിന്റെ മഹത്വം അറിഞ്ഞത് മറ്റൊന്നിലുമല്ല. And not from any other words. ബൈബിൾ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. And in the word of God it speaks. പൗലോസ് യേശുവിന്റെ മഹത്വം അറിഞ്ഞത് തന്റെ പ്രാർത്ഥനയിലൂടെയാണ്. And Paul came to know about greatness of Jesus through his prayer. യേശുക്രിസ്തുവിന്റെ മഹത്വം പൗലോസ് അറിഞ്ഞത് പ്രാർത്ഥനയിലാണ്. And in prayer Paul came to know the greatness of Jesus. ഹല്ലേലൂയ. Amen. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം മുതൽ താൻ തുടങ്ങുന്ന പ്രാർത്ഥന, ആമേൻ, വേദപുസ്തകത്തിലുടനീളം കാണാൻ കഴിയുന്ന തന്റെ പ്രാർത്ഥനയിലൂടെയാണ് താൻ യേശുവിന്റെ മഹത്വത്തെ അറിഞ്ഞത്. From Acts 9 onwards we see the prayers of Paul where he is knowing Christ day after day, prayer after ഇന്ന് prayer. പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, A dear child of God who listening to me, എന്തുകൊണ്ട് യേശുവിന്റെ മഹത്വം നമ്മൾ അറിയുന്നില്ല? why we are not knowing his greatness? നമ്മൾ ആ നിലയിൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ And we are തയ്യാറാകുന്നില്ല. not ready to sit with him at that close to Christ in നമ്മൾ prayer. യേശുവിന്റെ മഹത്വത്തെ തിരയുന്നത് ഗൂഗിളിലാണ്. And we searching his greatness in Google. ആമേൻ. നമ്മൾ യേശുവിന്റെ മഹത്വത്തെ തിരയുന്നത് മറ്റ് സോഷ്യൽ മീഡിയയിലാണ്. We are searching in social media about greatness of Christ. നമ്മൾ യേശുവിന്റെ മഹത്വത്തെ തിരയുന്നത് യൂട്യൂബിലാണ്. We are searching greatness of Jesus in YouTube എന്നാൽ channels. യേശുവിന്റെ മഹത്വത്തെ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ തിരഞ്ഞു നോക്കിക്കേ, അവിടെ അവൻ വെളിപ്പെട്ടു വരും. Begin to search for greatness of Christ in your prayer. You will see him. ഹല്ലേലൂയ. Hallelujah. അവിടെ അവന്റെ തേജസ് ഇറങ്ങുന്നത് നിനക്ക് കാണാൻ കഴിയും. That's where his glory will come down. അവിടെ അവന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന കാണാൻ കഴിയും. You will see his work being revealed. Praise the Lord. Hallelujah. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Hallelujah. ആമേൻ. പിശാച് കൈകാര്യം ചെയ്യുന്ന പിശാചിന്റെ അധീനതയിലുള്ള ഇടങ്ങളിലാണ് സത്യദൈവമായ യേശുവിന്റെ മഹത്വത്തെ നമ്മൾ തിരയുന്നത്. And we are searching the greatness of God in the where the devil is. ഹല്ലേലൂയ. Amen. ഇൻ ഗൂഗിളിൽ ജീസസ് എന്നടിക്കുമ്പോൾ ജെ സ്മോൾ ലെറ്റർ ആയാലും നോ പ്രോബ്ലം. And even if you see a small letter J, if we search for Jesus, we have no problem. പക്ഷെങ്കിൽ സാത്താൻ എന്നെഴുതുന്ന സമയത്ത് യേശു സ്മോൾ ആയാൽ പല പ്രാവശ്യം ഓപ്ഷൻ വരും യേശു ക്യാപിറ്റൽ ആക്കാൻ. And if you search for Satan in a small letter S, he will get autocorrect to make it S. ആമേൻ. Greater. ചെക്ക് ചെയ്ത് നോക്കിയോ? You can try it, not right now. അവിടെയാണ് നമ്മൾ തിരയുന്നത് യേശു ആരാണ്. And that's where we are searching who Jesus is. അവിടെയാണ് നമ്മൾ തിരയുന്നത് യേശു ആരാണ്. And you are searching right there where Jesus is. യേശുവിന് മഹത്വം കൽപ്പിക്കാത്ത പ്ലാറ്റ്ഫോമിൽ യേശുവിനെ തിരയുന്ന നമ്മൾ, And we are searching Jesus in a platform where there is no value for Jesus. അവിടെ നിർത്തിയിട്ട് And stop that action right ആമേൻ. there. അറയിൽ കിടക്കുക, വാതിലടക്കുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിന്റെ സന്നിധിയിൽ മുഴങ്കാലും അടക്കിയിട്ട്, യേശുവേ എനിക്ക് അങ്ങയുടെ മഹത്വം കാണണമെന്ന് പ്രാർത്ഥിച്ചു നോക്ക്. അവിടെ അവൻ മഹത്വം വെളിപ്പെടും. Get into your inner room and on your knees
knees and said, Jesus, I want to know your glory and greatness. അവൻ അവിടെ യേശുവിന്റെ മഹത്വം വെളിപ്പെട്ടു And വരും. that's where you will see the glory of അവിടെ God. യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു And വരും. there his work will be revealed. അവിടെ നിനക്ക് പറയാനായിട്ട് കഴിയും, ഞാൻ അവന്റെ മഹിമ കണ്ട സാക്ഷിയാ. And that's where you can say, I am a witness, witnessing his greatness. Hallelujah. Amen. ഞാൻ കണ്ട, അവൻ കേട്ട സാക്ഷിയല്ല. I'm not the one who listened to the ഞാൻ witness. കണ്ടതാ, I saw, ഞാൻ തൊട്ടതാ, I touched, ഞാൻ അറിഞ്ഞതാ, I came to know, ഞാൻ അനുഭവിച്ചതാ. I experienced. എന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. There's no God like my God that I ഇന്ന് പകൽ serve. അത് പറയാൻ കഴിയുന്നവർ കരം തട്ടി ദൈവത്തിന് അല്പനേരം And if you സ്തോത്രം can say that, ചെയ്താട്ടെ. clap your hands and praise him. ഞാൻ Amen. അറിഞ്ഞതാ, I came to know, ഞാൻ കണ്ടതാ, I seen, ഞാൻ അനുഭവിച്ചതാ. I experienced. ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. There is no God like this God. ഹല്ലേലൂയ. Hallelujah. ഈ പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, Dear child of God listening to നമ്മുടെ me. നടുവിൽ യേശുവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. And in our midst, let his glory be നമ്മുടെ revealed. നടുവിൽ അവന്റെ തേജസ് വെളിപ്പെടട്ടെ. May his glory be revealed, greatness in us. നമ്മുടെ നടുവിൽ അവന്റെ അധികാരം വെളിപ്പെടട്ടെ. And let his authority be revealed among us. ഹല്ലേലൂയ. Hallelujah. അവൻ വചനം പറയുന്നു, മഹാവീരനെ പോലെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. And he said, as a mighty warrior, I am among you. അവൻ സൗഖ്യദായകനായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. And as a healer, I am among you. അത്ഭുത മന്ത്രിയായി ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. And as a wonderful minister, I am among you. അവൻ സമാധാന പ്രഭുവായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. As providing peace, I am among you. ഇന്ന് പകൽ അവന്റെ പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ വെളിപ്പെടട്ടെ. And let his work be revealed in us. യേശുവിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുന്നതിന് വിരുദ്ധമായുള്ളതെല്ലാം നമ്മളിൽ മാറിപ്പോകട്ടെ. And let everything that is hindering from his glory revealing in us be removed today. യേശുവിന്റെ തേജസ് നമ്മളിൽ ചുറ്റി മിന്നുന്നതിന് തടസ്സമായിട്ടുള്ളതെല്ലാം ഇന്ന് പകൽ Let നീങ്ങിപ്പോകട്ടെ. everything that is hindering from his glory in our life be removed in our life. ഹല്ലേലൂയ. Hallelujah. മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്നിരിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. And may God, Holy Spirit, help us to sit in prayer close to him. ആമേൻ. ഞാൻ രക്ഷിക്കപ്പെട്ട നാളുകളിൽ ഏകദേശം 12-16 മണിക്കൂറുകൾ 18 മണിക്കൂറുകൾ വരെ ഒരു ദിവസം പ്രാർത്ഥിക്കുമായിരുന്നു. I used to pray during when I got saved into 16-18 hours in prayer. അങ്ങനെ 3.5 വർഷം കണ്ടിന്യൂസ് പ്രാർത്ഥിച്ച് എനിക്കറിയാം. And I know I prayed for almost 3.5 years. ഇന്നും ഏറിയ പങ്കും ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ ചെയ്യുന്നതും പ്രാർത്ഥനയിൽ ഇരിക്കുക എന്നുള്ളതാണ്. Even today I spend most of my time in prayer. കാരണം യേശുവിന്റെ മഹത്വത്തെ അറിയണം. I want to know his greatness. യേശുവിന്റെ തേജസ്സിനെ അറിയണം. I want to know his glory. യേശുവിന്റെ ശക്തിയെ അറിയണം. I want to know his power. യേശുവിന്റെ അധികാരത്തെ അറിയണം. I want to know his authority. എന്നെ പകൽ പറയൂ, യേശുവേ, എനിക്ക് ലോകത്തെയല്ല നേടേണ്ടുന്നത്, എനിക്ക് അങ്ങയെ നേടണം. And today say that, Lord Jesus, I don't want the world, I want to gain you. ഈ ലോകം തരുന്ന പേരല്ല എനിക്ക് വേണ്ടത്, എനിക്ക് അങ്ങയെ നേടണം. I don't want a name from this world, but I want to gain you. ഈ ലോകം തരുന്ന എന്തെങ്കിലുമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് എന്റെ യേശുവിനെ നേടണം. I don't want anything that the world is giving me, I want to gain Jesus അതാണ് Christ. നമ്മുടെ ആഗ്രഹമെങ്കിൽ, And if that is our desire, അതാണ് നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ, if that is your prayer, നിശ്ചയമായും അവൻ തന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തും. and then he will reveal his greatness in us. അവൻ തന്റെ മഹത്വത്തെ നമ്മളിൽ വെളിപ്പെടുത്തിയാൽ, And if he reveals his glory in us, അവൻ അതോടുകൂടെ ലോകത്തിന്റെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ആവശ്യമുള്ളത് ദൈവം തരും. and then everything that we need, he will provide. അവൻ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മെ Amen. And goodness and mercy will be forever in our life. ഒരു മിനിറ്റ് കണ്ണടയ്ക്കാം. And let's close our eyes. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ഇന്ന് പകൽ ദൈവസന്നിധിയിൽ തുറക്കാം. Let's open our hearts in presence of God. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ എന്റെ സമയത്തിന്റെ ഏറിയ പങ്കും ഞാൻ ലോകത്തിന് വേണ്ടിയാണ് ചെലവിടുന്നത്. Lord, I spend most of my time after the world. കർത്താവേ, ഞാൻ അങ്ങയുടെ മഹത്വം അറിയേണ്ടതിനോ അങ്ങയോട് ചേർന്നിരിക്കേണ്ടതിനോ എനിക്ക് സമയം കിട്ടുന്നില്ല. I'm not getting time to seek your glory or your greatness. എന്നോട് ക്ഷമിക്കണമേ. Forgive me, Father. അങ്ങയുടെ മഹത്വം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to know your greatness. അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി നിൽപ്പാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. want to stand for your kingdom. അങ്ങയുടെ മഹത്വം അറിഞ്ഞത് നിമിത്തം And because ബാക്കിയുള്ളതെല്ലാം ചവറന്നെണ്ണി ഏത് വിധേനയും താവേ ദൈവരാജ്യം സ്വർഗരാജ്യം അത് നേടേണ്ടതിന് ഇന്ന് പകൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. I'm surrendering myself to count everything else garbage and to seek you after knowing your glory. Thank you, ഇന്ന് പകൽ Jesus. എന്നെ സഹായിക്കണമേ. Help me, God. ഹൃദയത്തിന്റെ അകത്തു നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. Pray from deep from your heart. കാരണം വചനം പറയുന്നു ഇതെല്ലാം നശിക്കാനുള്ളതാണ്. The word says everything is going to be ഇതെല്ലാം destroyed. തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. Everything is kept for fire. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ തീക്കകത്ത് കുടഞ്ഞു കളയേണ്ടതിന് വേണ്ടിയാണ് ഇന്ന് നമ്മുടെ ഏറിയ പങ്കും നമ്മൾ ചെലവാകുന്നത്. We are spending most of our time after thing that is set for fire. Thank you, Jesus. എന്നാൽ വെന്തഴിയാത്ത നശിച്ചു പോകാത്ത ദൈവരാജ്യം അവൻ സ്വർഗരാജ്യം അതിനുവേണ്ടി ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. Let's surrender our life for the eternal kingdom that will never perish. സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിയന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. Father God, I pray in the name of Jesus Christ for this people. ഇന്ന് പകൽ അങ്ങ് ഈ ജനത്തിന്റെ ഹൃദയം തുറന്നാട്ടെ.
And Lord, open the heart of ഈ this people. വചനം ഇവരുടെ ഉള്ളിൽ പ്രവർത്തിക്കണമേ കർത്താവേ. And let the word of God work in their life. ദുഷ്ടൻ കള വിതയ്ക്കരുതേ. And let not the enemy put weeds in them. അവിടെ ഇന്ന് പകൽ ഞാൻ ഇവിടെ പ്രസംഗിച്ച വചനം നൂറുമേനി ഫലം കഴിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. And praying that this word of God will produce 100-fold. ഇന്ന് പകൽ ഈ സഭയോട് മനസ്സലിയണമേ. God, please have mercy on this church. ഓരോരുത്തരെയും യേശു തൊടണമേ. And touch each one who is here. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണമേ. And Lord, you work in each of their life. അവരുടെ ജീവിതത്തിൽ എവിടെയെല്ലാം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമോ. Wherever your glory and greatness need to be revealed. ഇന്ന് പകൽ അത് വെളിപ്പെടുത്തണമേ. And please reveal in their life. അങ്ങ് ഇവരെ ആദരിക്കണമേ. And honor them, Lord. അങ്ങ് ഇവരെ മാനിക്കണമേ. Lord, honor them, Lord. അങ്ങ് ഇവരെ വളരുമാറാക്കണമേ. And Lord, help them to grow. നൂറുമേനി വിളയാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ. And Holy Spirit, help them to produce 100-fold. മഹത്വം അങ്ങേക്ക് തരുന്നു. And we giving you glory. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. ആമേൻ. Amen. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless you all. Thank you, Pastor.